ഹലോ. സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡെക്സ് ഓപ്ഷനും ഫ്യൂച്ചറും കൂടി ഹെഡ്ജ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ലൈവ് ട്രേഡിലൂടെ കാണിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ വിത്ത് ഫ്യൂച്ചർ ഹെഡ്ജ് ചെയ്യുന്ന ഒരു ട്രേഡ് കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ ഡിപ്പ്, അതായത് ഒരു 3:15 ലക്ഷം ചെറിയൊരു ഡിപ്പ് വന്നപ്പോൾ വേറെ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഡിപ്പായതുകൊണ്ട് ഞാനൊരു ഫ്യൂച്ചറും ഒരു അറ്റ് ദ മണി പുട്ടും കൂടി വാങ്ങി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രേഡാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് 9 മണിക്ക് പ്രീ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പണിങ് തുടങ്ങി. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ്. ഒരു 70 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പാണ് കാണിക്കുന്നത്, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നേക്ഡ് ഓപ്ഷൻ ബൈ ചെയ്ത് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നവർ നിർബന്ധമായും കാണണം. അപ്പോൾ ഇതാണ് ഇന്നലത്തെ നമ്മുടെ പൊസിഷൻ. ഇപ്പോൾ മണി 9 ആയിട്ടുണ്ട്. പ്രീ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചറുണ്ട് 24,398 രൂപ 75 പൈസയ്ക്ക് ആവറേജ് ഉള്ളത്. 24,400 145 പ്രോഫിറ്റ് ഉണ്ട്. നിഫ്റ്റിയുടെ 24,250 ഒരു പുട്ട് ഹോൾഡ് ഉണ്ട്. അത് വന്നിട്ട് 482 ലോസാണ്. പിന്നെ വരുൺ ബിവറേഴ്സിൻ്റെ ഒരു ഓപ്ഷനുണ്ട് 530 കോള്. അത് എടുത്തത് വേറൊരു ഇതിനു വേണ്ടിയാണ്. അതായത് ഒരു ഫ്യൂച്ചർ സെല്ല് ഓപ്ഷൻ ബൈ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞാൻ പിന്നീട് പഠിപ്പിച്ച് തരാം, അല്ലെങ്കിൽ പിന്നീട് വീഡിയോ ചെയ്യാം. അതിലത്തേക്ക് എടുത്ത ഇതാണ്. ഫ്യൂച്ചർ സെല്ല് ചെയ്തതിൽ പ്രോഫിറ്റ് കിട്ടി. അതിന് ശേഷം ഈ ബൈ ചെയ്തത് ഞാനൊരു ഡൗൺ ട്രെൻഡ് കണ്ടതുകൊണ്ട് ഹോൾഡ് ചെയ്തതാണ്. അപ്പ് ട്രെൻഡ് കണ്ടതുകൊണ്ട് ഹോൾഡ് ചെയ്തതാണ്. അപ്പോൾ അത് കോസ്റ്റ് കിട്ടിയാൽ ഇറങ്ങും ഞാൻ. ഓക്കെ. അതാണ് 6,632 രൂപ ലോസ് കാണിക്കുന്നത്. എടുത്ത ഡേറ്റ് ഇതിൽ കാണിക്കില്ല. അത് 2 ദിവസം മുമ്പുള്ളൊരു ട്രേഡാണ്. അത് ഞാൻ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രീ ഓപ്പൺ കഴിഞ്ഞു. 24,419, അതായത് 72 പോയിൻറ്റ് കയറിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഫ്യൂച്ചറിൽ ഇപ്പോൾ എത്രയ്ക്ക് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് അറിയാൻ പറ്റില്ല. എന്നാലും 72 പോയിൻ്റ് തന്നെ ഫ്യൂച്ചറിലും കൂടുതൽ കയറി ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നിഫ്റ്റി ഫ്യൂച്ചറിൽ 8,000 രൂപയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പുട്ടിൽ 4,200 രൂപ ലോസ്. ടോട്ടൽ ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവാം. BBL ലോസ് കുറഞ്ഞിട്ടുണ്ട്. 3,400 6,600 ഉണ്ടായിരുന്ന ലോസ് 3,400 കുറഞ്ഞിട്ടുണ്ട്. വരുൺ ബിവറേഴ്സിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ആയ ലെവലിൽ നിന്നും കുറച്ച് താഴേക്ക് വരുന്നുണ്ട്. സമയം ഇപ്പോൾ 9:16. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ടോട്ടൽ വരുൺ ബിവറേഴ്സ് ലിമിറ്റഡ് കോസ്റ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ ഫ്യൂച്ചറിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോളിൽ നിന്നും പ്രോഫിറ്റ് കിട്ടി. 2 സൈഡിൽ നിന്നും പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. ആ ട്രേഡ് വേറെ ഇതുപോലത്തെ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ തുടക്കക്കാർക്ക് നേക്ഡ് ബൈ എടുത്ത് ലോസ് വരുത്തുന്നവർക്ക് വേണ്ടിയാണ്. അല്ലാതെ ഓപ്ഷൻ സെല്ലേഴ്സിനും വലിയ ട്രേഡേഴ്സിനും വേണ്ടിയുള്ള വീഡിയോ അല്ല. ഓക്കെ. അപ്പോൾ ഫ്യൂച്ചർ കുറച്ചൊന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഓപ്പൺ ആയ ലെവലിൽ നിന്ന്. വീണ്ടും കുറച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്. ഒരു 5 രൂപ ടോട്ടൽ 5,000 രൂപ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. എനിക്ക് എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ 5% to 10% കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും ട്രേഡ്. പിന്നെ നല്ലൊരു ട്രേഡ് ചെയ്യേണ്ട നല്ലൊരു അവസരം കിട്ടിയാൽ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. ലോസ് ആയാലും ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോവും. ഓക്കെ. അപ്പം നിഫ്റ്റിയിൽ ഏകദേശം ഇപ്പം തിരിച്ചൊന്ന് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് താഴെ പോവുകയാണെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് കൂടെ വെറുതെ ആവും. ഇനി നല്ല താഴെ പോവുകയാണെങ്കിൽ ഇതിൽ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മൾ പുട്ട് സെല്ല് ചെയ്തിട്ട് പുട്ടിൽ നിന്നുള്ള പ്രോഫിറ്റ് വേറൊരു പുട്ട് ആഡ് ചെയ്താലേ ഈ പുട്ട് സെല്ല് ചെയ്യാൻ സമ്മതിക്കുള്ളൂ ബ്രോക്കർ.
അപ്പം വേറൊരു പുട്ട് ആഡ് ചെയ്തിട്ട് വേറെ 8 മണി പുട്ട് ആഡ് ചെയ്തിട്ട് ഈ പുട്ട് നമ്മൾ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ മന്ത് എൻ്റെ എക്സ്പയറി വരെ നമ്മൾ നോക്കും. ഇതിനിടയ്ക്ക് എന്തായാലും മാർക്കറ്റ് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റ് കയറി വരും. ഓക്കെ. അപ്പോൾ 24,510 12 കാണിക്കുന്നത് ഫ്യൂച്ചർ. 532 തിരിച്ച് കുറച്ച് കയറുന്നുണ്ട്. ഓക്കെ. 5 രൂപ ഞാൻ പറഞ്ഞ 5000 രൂപ പ്രോഫിറ്റ് എത്താറായി കഴിഞ്ഞു. അതായത് നിങ്ങൾ കണ്ടല്ലോ, ഒരു സൈഡിൽ 5000 രൂപ ലോസ് വന്നപ്പോൾ 10,000 രൂപ ഒരു സൈഡിൽ പ്രോഫിറ്റ്. ഇങ്ങനെയാണ് ഹെഡ്ജ് ചെയ്ത ട്രേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രോഫിറ്റ് ലിമിറ്റാണ്, ലോസ് ലിമിറ്റാണ്. പിന്നെ ഫ്യൂച്ചർ ഒരുപാട് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് പോയേക്കാം. മനസ്സിലായില്ലേ? 24,548 24,555 കുറച്ച് മുമ്പുള്ള ഹൈ. അപ്പോൾ 24,554 നമുക്ക് ഒരു ട്രയൽ ചെയ്ത് നോക്കാം. 554. ഇതിലുള്ള പ്രശ്നം ട്രയൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫ്യൂച്ചറിൽ. പ്രധാനമായിട്ടും വോളിയം കുറവാണ്. അപ്പോൾ നമുക്ക് അതിൽ വരുന്നത് ബൈ ഓർഡറും സെൽ ഓർഡറും അനുസരിച്ച് 5 രൂപ 10 രൂപ 15 രൂപയൊക്കെയാണ് ഒറ്റയടിക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻ ചെയ്യുന്ന പോലെ 1 രൂപ 50 പൈസ അങ്ങനെ ട്രയൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഫ്യൂച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ചെയ്യുന്നവരുണ്ടാവാം, ഫ്യൂച്ചർ മാത്രം എടുക്കുന്ന മാർജിൻ കൂടുതലുള്ളൊരു ഫ്യൂച്ചർ മാത്രം എടുത്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവാം. ഇത് മാർജിൻ കുറവുള്ളവർ ഫ്യൂച്ചറും പുട്ടുകൂടെ ചെയ്ത് ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ. ഇപ്പോൾ 24,554 വെച്ച് ട്രയൽ ചെയ്യാൻ നോക്കിയിട്ട് വീണ്ടും താഴോട്ട് പോയി. നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് താഴേക്ക് പോയി. വീണ്ടും താഴെ പോയി പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 24,540 കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ. ഒത്തിരി അങ്ങ് താഴെ പോകുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് അങ്ങ് താഴെ പെട്ടെന്ന് ഫോളോ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. പുട്ട് സെല്ല് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റിനെ എടുത്തിട്ട് വേറെ പുട്ട് അങ്ങ് ആഡ് ചെയ്യും. അടുത്ത മണി പുട്ട്. ഓക്കെ. 24,544 ഓർഡർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ 24,522 ഈ രാവിലെ 9 മണി മുതൽ 10 മണി വരെ കിട്ടുന്ന ഒരു ഫ്ലോ പിന്നെ കിട്ടത്തില്ല. പിന്നെ മൂവ്മെൻറ്റ് കുറയും, പിന്നെ ഒരു സൈഡിലേക്ക് പോവും, പിന്നെ സൈഡ് വേസ് ആവും, പിന്നെ നമുക്കത് ഒരു ഇത് കിട്ടത്തില്ല. ഇപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ട്, 9:45 ആയിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് 5,383 രൂപയുണ്ട്. അതിനുശേഷം എന്താ ഫ്യൂച്ചർ കയറി പോകുന്നുണ്ട്. എൻ്റെ സ്ട്രാറ്റജിക്ക് എനിക്ക് പിന്നെ എത്ര കയറി പോയാലും ഞാൻ പിന്നെ കൊണ്ട് തല വയ്ക്കാറില്ല. അതൊക്കെ മുൻ കാലങ്ങളിലുള്ള അബദ്ധങ്ങളിലൊക്കെ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു തുടക്കത്തിൽ. അപ്പോൾ MCXൻ്റെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് MCXൻ്റെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ കൂടി എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് MCXൻ്റെ ഫ്യൂച്ചർ പ്ലസ് 6,100 പുട്ട് കൂടി എടുത്തിട്ടുണ്ട്. അതിലിപ്പം എന്താ 2,300 400 പോയിട്ട് 1,900 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു അവസരമായി കണ്ടതുകൊണ്ടാണ് എടുത്തത്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഓവർ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ. അത് നന്നായിട്ട് പോകുന്നുണ്ട്. അതിലൊരു 5 രൂപ കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും. MCXൻ്റെ റിസൾട്ട് എല്ലാം വരാനുണ്ട്. അതുകൊണ്ട് നല്ലൊരു റാലി പ്രതീക്ഷിക്കാം എന്നാണ് അനലിസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസും ഇതിനെക്കാട്ടി മുകളിലാണ് ഒരുപാട് അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ഇപ്പോൾ 6,310 16 നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ബൈ ഓർഡർ എല്ലാം കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അപ് ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതല്ല. 6,344 ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏകദേശം 5,000 രൂപയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 5,000 രൂപ അതിൽ നിന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ. 6,340 നമുക്ക് ട്രയൽ ചെയ്യാം. ഓക്കെ. വന്ന് അത് എക്സിറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് അതിൻ്റെ എടുത്തിട്ടുള്ളത്. ഹോൾഡിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്ന് 5,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവാം. ഓക്കെ. 6,400 ഇട്ടിട്ടുള്ളത്. 5,100 3,900 പ്രോഫിറ്റ് ആയിട്ടുണ്ട്.
5000 കിട്ടിയ ഈ ട്രേഡും എക്സിറ്റ് ആവും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാ സ്ട്രാറ്റജിയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒറിജിനൽ റിയൽ ട്രേഡ് ചെയ്യുക. ഒരുപാട് സ്ക്രീൻഷോട്ടും വീഡിയോസും ഒക്കെ ഉണ്ടാവും പല ചാനലിലും. അപ്പോൾ ഇത് ലൈവ് ട്രേഡാണ്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇത് കാണുമ്പോൾ മനസ്സിലാകും. എല്ലാവരും പേപ്പർ ട്രേഡ് ചെയ്ത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.